ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഈ വീഡിയോ ഞാൻ ഫാമിലി ആയിട്ട് പ്രയാഗ്രാജിലേക്ക് പോയ ട്രാവൽ വ്ളോഗിന്റെ ഫൈനൽ പാർട്ടാട്ടോ. നിങ്ങൾ ഫസ്റ്റ് 2 പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കട്ടെ, നിങ്ങൾ ജസ്റ്റ് പോയതൊന്ന് കണ്ടു. കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ക്വിക്ക് റീക്യാപ്പ് ആയിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ ഓട്ടോ പിടിച്ച് പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ എത്തി. എന്നിട്ട് ഒരു പ്രൈവറ്റ് ബോട്ടിൽ യാത്ര ചെയ്ത് ത്രിവേണി സംഘം വരെ എത്തി. അവിടെ നടന്ന കാര്യങ്ങളോ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ സ്ഥലത്ത് നടന്ന കാര്യങ്ങളും പിന്നെ തിരിച്ചു വരുമ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ കൂടെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. ഹായ് കോഴി, അമ്മ നോക്കങ്ങട്ടെ. എല്ലാരും നല്ല തണുത്ത് വിറച്ചിരിക്കുകയാണ്, അതുകൊണ്ട് സംസാരിക്കുമ്പോൾ വായൊന്നും തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ തീരെ ഇളകാതെ ഈക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്ത് ഓട്ടടങ്ങാത്ത രീതിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. ആ തണുപ്പൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ ത്രിവേണി സംഗമിലെത്തി. അവിടെ ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ മുങ്ങി കുളിക്കാനും പൂജ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ അങ്ങോട്ടേക്കാണ് പോകുന്നത്, പക്ഷെ ഞങ്ങൾ ആരും അവിടെ പോയി മുങ്ങി കുളിക്കുന്നൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് അടുത്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. ദൂരെ കണ്ടോ അവിടെ കുറെ ഫ്ലാഗ് ഒക്കെ വെച്ചിരിക്കുന്നത്, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്. അവിടെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഈ 3 റിവേഴ്സും മീറ്റ് ചെയ്യുന്ന സ്പോട്ട് അലൈൻ ചെയ്തും കൊണ്ടാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഏകദേശം എത്താനായി. ഇനി അങ്ങോട്ടേക്ക് അടുക്കും തോറും പൂജന്റെ സൗണ്ട് ഒക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങാനും പൂജക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പൂജ ചെയ്യണോ അല്ലാതെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാണോ എന്നൊക്കെ ഉള്ള ഡിസ്കഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. अगर गंगा पूजा करना चाहोगे तो माता जी का कहा तो माता അച്ഛൻ ബോട്ട് ഓടിക്കുന്ന മാമനോട് ഞങ്ങൾ മുങ്ങി കുളിക്കലും പൂജയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പം എന്നെ ഇവിടെ ഇത്തിരി നേരം നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടോന്ന് ബോട്ട് മാമൻ ഇങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് കൈകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ വെള്ളം എടുത്തിട്ട് തലയിലോട്ടാക്കിക്കോളാൻ പറഞ്ഞു. അതിന് വേണ്ടി എത്തിപ്പിടിച്ച് വെള്ളം തൊടാൻ ശ്രമിച്ചതാണ് നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞില്ല. വേറെ സാധനം കാണിച്ചത്. ഇതെന്തായിരുന്നു? ജാക്കറ്റിന്റെ വില കൂടാക്കി നമ്മൾ നാച്ചുറലി ചെയ്യുന്നത് പോലെ അമ്മ ചെയ്തു തരുന്നു. പക്ഷെ ജാക്കറ്റിന് തൊപ്പിയുള്ള കാര്യം ഓർത്തില്ല. ജാക്കറ്റിന്റെ തൊപ്പിലോട്ടേക്ക് അങ്ങ് വെച്ചു. പിന്നെയും ഞാൻ പരിശ്രമിച്ചു അധികം അനങ്ങാതെ വെള്ളം തൊടാൻ. കുറച്ചൊക്കെ കിട്ടി. പിന്നെ ഞാൻ ധൈര്യം സംഭരിച്ച് നിരങ്ങി ഇങ്ങനെ ഓപ്പോസിറ്റ് വന്നങ്ങിയിരുന്നു. വേറൊന്നും കൊണ്ടല്ല, ഞാൻ കുറേ വീഡിയോ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വാരണാസിയിൽ കൂടെ ഒക്കെ ബോട്ട് ഓടിച്ച് പോകുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വീഡിയോ എടുത്തത്. അതൊന്നും ഇവിടെ നടന്നിട്ടില്ല. വാരണാസിയിലെ ബോട്ട് റൈഡിന് പോയപ്പോൾ അതൊരു പബ്ലിക് ബോട്ടായിരുന്നു, അതുകൊണ്ട് അവിടുന്ന് പറ്റിയില്ല. പിന്നെ ഇവിടുത്തെ ബോട്ട് ഇങ്ങനെ ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വെള്ളം തലയിലാക്കുന്നത് ഈ പക്ഷികളെ കണ്ടിട്ട് ഭക്ഷണമെന്ന് വെച്ചിട്ട് എന്റെ തലയിലോട്ട് വരാൻ നോക്കിയതും ഞാൻ അത് വെള്ളം വെച്ചെന്നെ ഡിഫെൻഡ് ചെയ്തതാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ഞാൻ ധീരതയോട് ഓപ്പോസിറ്റ് വന്നിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഫോട്ടോസ് എടുക്കാനുള്ള സാഹചര്യം കിട്ടി. ബൈ ദ വേ, നമ്മളിപ്പം വെള്ളത്തിലൂടെ യൂട്ടേൺ അടിച്ചിട്ട് തിരിച്ചു പോവാട്ടോ. ഇനി പറ്റുമെങ്കിൽ നമ്മൾ ആ കണ്ട ഫോർട്ടില്ലേ അവിടെ ഒന്ന് കയറണം. അവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസും ടൈമിംഗ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും അവിടെ പൂട്ടിപ്പോവെന്നൊന്നും അറിയില്ല. ബട്ട് നമുക്ക് നോക്കാം. അമ്മ തിരിച്ചു വരുന്ന വഴി ഒന്നും കൂടെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരുമായിരുന്നു ഞങ്ങൾക്ക്. അച്ഛന് അങ്ങോട്ട് പോകുന്ന വഴി കറക്റ്റ് ഈ ബൗണ്ടറി സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോ കണ്ടുപിടിച്ചു. ഇതൊന്നും എന്റെ മേത്തൊന്നും വന്നിരിക്കണ്ട. ഞാൻ ഈ പ്രകൃതിയോടൊക്കെ ഇടപഴകി പക്ഷികളോടൊക്കെ സംസാരിച്ച് ഏകദേശം തിരിച്ച് കരയിലേക്ക് എത്താനായി. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെ തന്നെ കയറുകൊണ്ട് ഫ്ലോട്ടിംഗ് ഡിവൈഡറും ഈ നദികളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് കൂടെ വരാനും മറ്റേ സൈഡ് കൂടെ പോവാനും. നമ്മൾ പോയതിനേക്കാളും ഇത്തിരിയും കൂടെ തിരിഞ്ഞ വഴിയിൽ കൂടെയാണ് തിരിച്ചു വന്നത്. വെള്ളത്തിലാണെങ്കിലും നമ്മൾ ഇത്തിരിയും കൂടെ ട്വിസ്റ്റഡ് റൂട്ട് വഴിയാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് കാണാത്ത ഒരു കാര്യമായിരുന്നു ഇത്. കുറെ പോലീസ് ബോട്ടുകൾ ഇവിടെ ഡോക്ക് ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് കമ്മീഷണറേറ്റ് പ്രയാഗ്രാജിന്റെ ബോട്ടുകളാട്ടോ ഇതൊക്കെ. വലിയ ബോട്ടും ചെറിയ ബോട്ടും സ്പീഡ് ബോട്ടും പലതരം എനിക്ക് പേരറിയാത്ത ബോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ യുപിയിലത്തെ പല റിവർ ബാങ്ക്സും റിലീജിയസ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ജൽ പോലീസിന്റെ ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ ജൽ പോലീസിന്റെ ഫ്ലോട്ടിങ്ങും നോൺ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള കുറെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റേഷൻസ് നമുക്ക് ഇവിടെ ഒക്കെ കാണാൻ പറ്റും. ഇതിനെ പോലീസ് സ്റ്റേഷൻ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. അങ്ങനെ ഒരു നല്ല കറക്കം കഴിഞ്ഞ് ഞങ്ങൾ കരയിൽ തിരിച്ചെത്തി ഗൈസ്.
പിന്നെ ഈ ഫോട്ടോ പോകുന്ന കാര്യം നടന്നില്ല കേട്ടോ. അതിന് ടൈമിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ എത്തിയ സമയം ശരിയായില്ല. അതുകൊണ്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഓട്ടോന്റെ ഡിസ്കഷനാണ് ഇവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നല്ല ചോന്ന ഇന്റീരിയർ ഒക്കെ ഉള്ള ഈറിക്ക് പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി. പുതുക്കിയതും ഡിജിറ്റലാക്കിയതും പോലെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ആട്ടോ ഇത്. മുന്നിൽ തന്നെ ഡിസ്പ്ലേയില് ട്രെയിനിന്റെ സംഭവങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു ഷെഡൊക്കെ ഇട്ടിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടത്, ഞാൻ ആദ്യമായിട്ടും കാണുന്ന ഒരു സംഭവം ഇട്ടത്, ഇവിടെ വെച്ച് ഈ റെയിൽവേ ട്രാക്ക് തീരുകയാണ്. എനിക്ക് ആദ്യം ഇതങ്ങ് പ്രോസസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പല സ്ഥലത്തും ഡെഡ് എൻഡ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് മെയിൻ ട്രാക്സിന്റെ ഡെഡ് എൻഡ് ആണ്. അത് മാത്രമല്ല അത് തീരുന്നതാണ് ഒരു കാട് പിടിച്ച സ്ഥലത്തൊന്നല്ല, റെയിൽവേ സ്റ്റേഷനിലാണ് തീരുന്നത്. ഞാൻ ഇത് കുറെ ആസ്വദിച്ച് നടന്നു കേട്ടോ. വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. ഇതിന്റെ മേലെ കയറാൻ പറ്റുമോ, ഈ ടൈറ്റാനിക്കിലൊക്കെ ഷിപ്പിന്റെ എൻഡിൽ നിൽക്കൂലേ, അതുപോലെ റെയിൽവേ ട്രാക്കിന്റെ എൻഡിൽ കയറി നിൽക്കാനുള്ള പരിപാടി ഉണ്ടോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി. ബൈ ദ വേ, ഈ റെയിൽവേ സ്റ്റേഷൻ ഇപ്പം അണ്ടർ റെനോവേഷൻ ആണ്. 5 മണിയായി ഗൈസ്, ക്ലാസ് കഴിഞ്ഞു. ഞാൻ വെറുതെ 5 മണിക്കൂർ അലാറം വെച്ചിട്ടുണ്ട്. ഈ കോളേജിൽ ക്ലാസ് കഴിഞ്ഞ ഒരു ടൈം ആയി എന്നൊരു റിലേറ്റീവ് ടൈമിന്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓ, ഇങ്ങനെയാണോ പ്ലാറ്റ്ഫോം കിടക്കുന്നത്? ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറഞ്ഞുതരാം. സാധാരണ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ടേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ട്രാക്കിന് പാരലൽ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലോട്ടേക്കായിരിക്കും എൻ്റർ ചെയ്യുക. ഇവിടെ നമ്മൾ ട്രാക്കിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലോട്ടേക്കാണ് എൻ്റർ ചെയ്യുക. അങ്ങനെ ഞാളെ ട്രെയിൻ എത്തി. ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് അധികം ആൾക്കാരൊന്നും ഇല്ലേനു, അതുകൊണ്ട് വിൻഡോ സീറ്റ് പിന്നെയും കിട്ടി. പിന്നെ കണ്ടാൽ തന്നെ മനസ്സിലായത് പുതിയ കമ്പാർട്ട്മെന്റ്സ് ആണ്, കാരണം ഇത്രയും വൃത്തിയിൽ നോർത്ത് ഇന്ത്യയിൽ ജനറൽ കമ്പാർട്ട്മെന്റ് കിട്ടുക വളരെ റെയർ ആയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വാരണാസി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ആൻഡ് ഇതോടുകൂടി ഈ പ്രയാഗ്രാജ് ത്രിവേണി സംഘം സീരീസ് ഇവിടെ തീരുകയാണ്. ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫർമേറ്റീവ് ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനത്തെ ട്രാവൽ ബ്ലോഗ്സ് ഞാൻ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. ആൻഡ് ഞാൻ വേറെ കുറെ വീഡിയോസ് ഈ ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് പോയി ഒന്ന് കണ്ടുനോക്ക്. പിന്നെ ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.